ബെഡ്റൂമിനകത്ത് അടച്ചിട്ട ശേഷം ഇദ്ദേഹം ആ പെൺകുട്ടിയോട് വസ്ത്രം അടിച്ചു മാറ്റാൻ പറയുന്നു. ഇയാളുടെ ഭാര്യ, അതായത് ഈ മുരാരി തന്ത്രിയുടെ ഭാര്യ അവിടെ വെച്ച് പറയുന്നു, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. അപ്പം ഇന്നലെ റീസെന്റ് ആയിട്ട് വന്ന ഒരു ന്യൂസ് ആണ്. നമ്മുടെ മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരു മുരാരി തന്ത്രിയെ പോലീസ് പൊക്കിയിട്ടുണ്ട്. അതായത് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ബാധ ഒഴിപ്പിക്കാമെന്ന വ്യാജേന അമ്മ കൊണ്ടുവന്നതാണ് ഈ പൂജാരിയുടെ തന്ത്രിയുടെ അടുത്ത്. അപ്പം ഇവന് ആ കൊച്ചിനോട് അപമര്യാദയായിട്ട് പെരുമാറി, ഈ കൊച്ചിനെ മോശമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു. കൊച്ചു എങ്ങനെയൊക്കെയോ ഇറങ്ങി കാറി ഓടി, നന്നായിട്ട് കൊച്ചിന്റെ തലയൊക്കെ കൊണ്ട് ഭിത്തിയിലിടിപ്പിച്ച് ചോരയൊക്കെ പറ്റിയിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനെ കാര്യങ്ങൾ അറിയാം. റീസെന്റ് ആയിട്ട് എന്താണ് 24 എന്ന് പറഞ്ഞ ചാനലില് എന്താണ് തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല ഇയാൾ കുറെ അധികം റീൽസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം കുട്ടികളും അതായത് മുതിർന്നവരും എല്ലാം ഇങ്ങനെയുള്ള കുറെ തന്ത്രിമാരുടെ ഇടയിൽ പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് സംബന്ധിച്ച് ഇവൻ ആരാണ്, എന്താണ് ഇവൻ, എങ്ങനെയാണ് തന്ത്രിയായത്, എന്താണ് ഇവന്റെ കയ്യിലുള്ള പർപ്പതരം എന്നൊക്കെ പറയുന്ന ഒരു നിങ്ങളിലൂടെ ഒരു കാര്യം എത്തിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് കൊടുത്തുകൊണ്ട് തന്നെ കാണുക. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈപ്പ്, ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം കൊടുക്കുക. അപ്പം വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ന്യൂസ് കാണാം. കൊല്ലം പുത്തൂരിൽ പൂജയ്ക്കെത്തിയ ജോത്സ്യനെതിരെ പോക്സോ കേസ്. ബാധയൊഴിപ്പിക്കലിനായി എത്തിയ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ വെണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെതിരെയാണ് കേസെടുത്തത്. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. നേരത്തോടുകൂടിയാണ് ഇത്തരത്തിൽ പൂജയ്ക്കെത്തിയ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്, അതായത് ശരീരത്തിൽ കടന്നുപിടിക്കാൻ ശ്രമിച്ചതിന് ഈ തന്ത്രി പൂജാരിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ കൊല്ലം പുത്തൂർ സ്വദേശിയാണ്. മുരാരി തന്ത്രി എന്നുള്ള പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് രാജൻ ബാബു എന്നാണ്. ഇയാൾക്കെതിരെ പുത്തൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം കൊട്ടാരക്കരയില് ശാസ്ത്രം കൊടുത്ത പോലീസ് ഇവനെ പൊക്കി തൂക്കി കിട്ടി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു രംഗങ്ങളാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. അപ്പം ഇവൻ എന്ന് പറഞ്ഞാല് ഈ കൊച്ചിന് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഈ പൂജാരിയുടെ ഇടയ്ക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അമ്മയെ പുറത്ത് നിർത്തി കൊച്ചിനെ മുറിക്കകത്തോട്ട് കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അപ്പത്തേക്ക് കുട്ടി അങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കുട്ടിയുടെ ഭാഗ്യം. പിന്നെ വീട്ടുകാരെ അറിയിക്കുന്നു, നാട്ടുകാരെ അറിയിക്കുന്നു. അപ്പത്തേക്ക് ഇപ്പൊ മുങ്ങി. പക്ഷെ ഏതായാലും കുറച്ച് നിമിഷങ്ങൾക്കധികം പോലീസ് പൊക്കി എന്നാണ് ഏറ്റവും വലിയ ഒരു കയ്യടി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്കിത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ഓർത്തി കുഞ്ഞു പിള്ളേരെ ഒന്നും ഇങ്ങനെ കൊണ്ടിട്ട് കൊടുക്കരുത്. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ബാധയുണ്ട്, പ്രേതമുണ്ട്, മാടയോ കോടയാന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തന്റെ മുന്നിലോട്ട് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിലോ അമ്പലത്തിലോ പോയി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുക. അല്ലാതെ ഈ പ്രേതവും പിശാചും കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ മറവിൽ അവൻ കുറേയധികം ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യം അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ യൂട്യൂബറുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പൂജയും മന്ത്രവും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്താണ്ടോ സുന്ദർ സ്വാമിന്നോ എങ്ങാണ്ടാന്ന് തോന്നുന്നു അവന്റെ പേര്, 2020-21 സമയത്ത് ഇതുപോലെ പ്രേതബാധയുണ്ട്. ഇവനിങ്ങനെ പ്രേതബാധയെ കുറിച്ച് ഇതുപോലെ എന്താ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാളായിരുന്നു. അപ്പത്തേക്ക് അവരുടെ വീട്ടിൽ ഇതുപോലെ കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചിനൊരു ക്യൂരിയോസിറ്റിയിൽ ഇദ്ദേഹത്തെ വിളിച്ചു. അത് ഇദ്ദേഹം ഒന്നും പറയാതില്ല, വൃത്തിയായിട്ട് പരനാറിയെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും. അന്നേ സമയത്ത് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലോ മറ്റോ ഒക്കെ ആയിരുന്നു. അപ്പത്തേക്ക് ഇന്നൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിപ്പോ മുതലെടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആ കുട്ടിക്ക് അത് മനസ്സിലായി, എന്താണ് ഇങ്ങനെയൊക്കെ പ്രേതബാധ ഉണ്ടെങ്കിൽ എന്തിനാണ് ഡ്രസ്സ് അഴിച്ച് കാണണം എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ ഒരു സംശയം തോന്നി. ഇത് അത്ര പന്തിയല്ലല്ലോ എന്ന് തോന്നിയപ്പം, അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തിരിക്കുന്ന സമയത്ത് വിളിക്കൂ, ഞാൻ നോക്കാം, അത് ശരീരഘടന നോക്കിയിട്ട് മാത്രമേ എന്താണ് പ്രേതബാധ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് കുറച്ചെങ്കിലും മൂളയുള്ളത് കൊണ്ട് ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വെച്ച് നമ്പറും ബ്ലോക്ക് ചെയ്ത് പോയത് കൊണ്ട് ആ കുട്ടി ഇന്നും സേഫ് ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവന്മാരുടെ കൈ നടക്കുന്ന പരിപാടികൾ. അപ്പം അന്ന് ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തി ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു പരനാറിയാണ് ഈ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അപ്പം അന്നും ഇതുപോലെ ഒരു സാമാന്യമായ അനുഭവമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം പറയാൻ പറ്റിയ കറക്റ്റ് സമയമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ പരനാറിയും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന അത്രയും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി തന്നെയാണെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് ഇത്രയും കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് ഇയാളുടെ ഫോട്ടോയും കൂടെ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്നാലും നമ്മൾ കം ബാക്ക് ടു ഈ ന്യൂസിലോട്ട് വരാം. പൊതുവെ ഈ കഷ്ടകാലമാണോ ഇവർക്കൊക്കെ? എന്താണ്? നമസ്കാരം. പറഞ്ഞോളൂ. ഇടയ്ക്ക് ഒരു ശകല നേരം എനിക്ക് തരണം. അതിനിടയ്ക്ക് കയറി ആരും സംസാരിക്കും. പറഞ്ഞോളൂ. കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് ഞാൻ പറയും. അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളുടെ ഒരു ശാഖയാണ്. കൃത്യമായി ജ്യോതിഷം കൈകാര്യം ചെയ്താ വരാടിക്കാം,
ഫോൺ ട്രാക്ക് ചെയ്താണ് പോലീസുകാര് ഇവനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവനെ ഇടയ്ക്ക് ഫോൺ ഓൺ ആക്കി, ന്യൂസ് അറിയണമല്ലോ എവിടം വരെ ആയിരുന്നു. അപ്പൊ അളിയൻ ന്യൂസ് അറിയാൻ വേണ്ടിട്ട് ഫോൺ ഓൺ ആക്കിയപ്പോഴത്തേക്ക് നൈസായിട്ട് തൂക്കി. പിന്നെ ഇവനെ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ VS മുരാരി തന്ത്രി എന്നെങ്ങാണ്ടാണ് ഇവന്റെ പേര്. അപ്പം ഇവൻ റീൽസ് ഇട്ടാണ് ഇവൻ വൈറലാകുന്നത്. റീൽസ് എങ്ങനത്തെ ടൈപ്പ് റീൽസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ മുസ്ലിം പാട്ട് ഇട്ടിട്ട് ഇവനങ്ങ് ആക്ട് ചെയ്യും. അപ്പം എന്താണ്, ഒരു തന്ത്രി മുസ്ലിം പാട്ടിനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് എന്താണ് മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ ക്യാപ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈറലാകും. അപ്പൊ അങ്ങനെയാണ് ഈ പരനാറി എന്താണ് വൈറലാകുന്നത്. പിന്നെ അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്താണെങ്കിൽ 24കാരെടുത്ത് എന്താണ് ഒരു ഹൈപ്പും കൊടുത്തു. അപ്പൊ ഈ 24കാർ എന്താണ് ചുമ്മാ ഓരോരുത്തരെ ഇങ്ങനെ ഡിബേറ്റിന് വേണ്ടി വിളിച്ചു വരുത്തുവാണ്. ഒരു പാസ്റ്റ് ഒരു കോപ്പ് പറയാനാണ് ഇവന്മാര് വിളിച്ചു വരുത്തുന്നത്. നമുക്കറിയാം അടുത്തൊരു ചാനലും കൂടെ വരുവാണ്, ബിഗ് TV. നമ്മുടെ സുജാ പാർവതിയൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ 24 ഇതെല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് മത്സര ഓട്ടമാണ്. അതിന്റെ ഇടയിൽ ബാർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പുള്ളി കടന്ന് അധികമായി കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. അത് തമ്മിൽ നിന്നുള്ള പരിപാടിയാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് മിക്കവാറും വള്ളിയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ഗുണവും കിണയില്ലാത്തവന്മാരെയാണ് ഇതുപോലെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുന്നത്. അപ്പൊ മെയിൻ സ്ട്രീമിന്റെ ഒക്കെ നിലവാരമൊക്കെ എവിടെ പോയി. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ മനോരമയൊക്കെയാണ് ഒരു കൊച്ചിന്റെ എന്താണ് കഞ്ചാവ് കേസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഏതോ ഒരു കൊച്ചിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് പബ്ലിഷ് ആക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ചുമ്മാ അങ്ങ് മെയിൻ സ്ട്രീം ചാനലുകാർ വെറുതെ അങ്ങോട്ട് ന്യൂസ് അങ്ങ് പടച്ചു വിടുകയാണ്. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ ഇവന്മാരെ. അപ്പം നമുക്ക് ഇവൻ എങ്ങനെയാണ്, ഈ മുരാരി ബാബു എങ്ങനെയാണ് ഇതിനകത്ത് ഇതായി അറിയണ്ടേ, ഫേമസ് ആയി ഇവൻ ഇങ്ങനെ വന്നത്. ഇവന് പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്ന ഒരു പുള്ളി, അത് 2003 സമയത്തൊക്കെ. പിന്നീട് ഇവ ആൾക്കാരെ അന്ന് ഇവന്റെ പേരിൽ കുറെ അധികം അലിഗേഷനും കാര്യങ്ങളും പെണ്ണുകൾക്കൊക്കെ വരുന്നുണ്ട്, നാട്ടുകാരൊന്ന് പെരുമാറി എന്നൊക്കെ പറയുന്നു. പിന്നീട് ഇവൻ ഗൾഫിൽ പോവാണ്. ഗൾഫിൽ വന്നതിന് ശേഷം ഇവൻ ഏതോ ഒരു അമ്പലത്തിൽ കീഴ്ശാന്തി പരിപാടി സെറ്റപ്പ് ആക്കിയായിട്ട് നിൽക്കുന്നു. പിന്നീടാണ് ഇവനൊരു എന്താണ് തന്ത്രി ലെവലായിട്ടുള്ള. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവന് 24 ഘോര കടന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്ലിപ്പ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം, അതും കൂടെ വെച്ചു തരും. അതായത് വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണം മോഷണം പോയി 2002-ൽ. 2003-ൽ ഞാൻ അവിടെ ദേവപ്രശ്നം വെച്ചേ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് അതെടുത്തത്. പറയട്ടെ മാഷേ, ഒന്ന് പറയട്ടെ മാഷേ. ദേവിയുടെ തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നെ മലത്തിയടിക്കാൻ. ആ തന്ത്രിയുടെ ആൾക്കാർ തന്നെ കൊണ്ടുവന്നയാ. എനിക്ക് ദഹിക്കാൻ പറ്റാഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താണ് നമ്മുടെ വള്ളിയങ്കാവ് ക്ഷേത്രത്തില് 2002-ല് ദേവിയുടെ തിരുവാഭരണം കളവ് പോയി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ വള്ളിയാങ്കാവിന്റെ അമ്മയുടെ മണ്ണില് ജനിച്ചു വളർന്ന ആ ഒരു അമ്പലത്തിലെ ഒരു കുട്ടിയായിട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഫാമിലി ഫുള്ളും അവിടെയുള്ളതാണ്. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ബന്ധുക്കൾ പറഞ്ഞിട്ടോ നാട്ടുകാർ പറഞ്ഞിട്ടോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഈ 2002-ൽ ഇവൻ ഇങ്ങനെ അവിടെ പ്രശ്നം വെച്ചു കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല. ഈ കാണുന്നവരാരെങ്കിലും മുണ്ടക്കേക്കാർ, എനിക്കൊന്നും മുണ്ടക്കയത്തെ ഉള്ളൂ വള്ളിയങ്കാവ് ക്ഷേത്രം, ഇനി വേറൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇവന്റെ ഒരു ചെറ്റത്തരമാണ് ഇവിടെ നമുക്ക് പുറത്തു വരുന്നത്. അപ്പൊ ഇവൻ ഇതുപോലെ നുണയാണോ പറയുന്നത്? അപ്പൊ ഇവന്റെ നുണ ഈ 24 തന്നെ എക്സ്പോസ് ആക്കി കൊടുക്കുന്നുണ്ട്, ആൾക്കാര് പൊട്ടിച്ച് കൈ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവൻ എവിടുത്തെ തന്ത്രിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവൻ ലോക ഊടായ്പ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവന് അങ്ങനെയല്ലേ. എനിക്ക് ചോദിക്കുള്ളൂ, ഈ നാട്ടുകാർ ഇത്ര നാളും എവിടെയായിരുന്നു? നിങ്ങളുടെ ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടി തന്നെയല്ലേ ഇവന് ഈ പോക്കൃത്തരം മൊത്തം കാണിച്ചു നടക്കുന്നത്? അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പരാതിപ്പെട്ടിരുന്നില്ല? പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ ചാരിറ്റിയാണ്. എന്ത് പോക്കൃത്തരവും കാണിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ചാരിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിയുടെ മനസ്സിന്റെ ഇടയിൽ അയ്യോ പാവം, അയ്യോ നന്മമരം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണ് ഇവിടെ കുറെ അവന്മാരിപ്പം മുതലെടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചാരിറ്റി ഒരു എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ഒക്കെ ആക്കിയായിട്ട് എടുത്തിട്ടുണ്ട്. മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രോഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഇവൻ കുറെ അധികം പ്രവചനങ്ങൾ ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ കത്ത് നിൽക്കുന്ന എന്ത് സെൻസേഷൻ കാര്യമാണോ അന്നേരം അവൻ അതങ്ങ് പ്രവചിക്കും. അതായത് കോൺട്രോണ, പിന്നെ നമ്മുടെ അർജുൻ ഉണ്ടല്ലോ, അർജുൻ മണ്ണിന്റെ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ അർജുനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇവൻ പ്രവചിച്ചു. പിന്നെ അതുപോലെ തന്നെയാണ് ഏതോ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പിന്നെ എന്തൊക്കെ ഇവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായി തോന്നി കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങനെയൊക്കെയാണ് ഇവൻ ഹൈപ്പ് കൊടുക്കുന്നത്. പിന്നെ ഇവൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ആന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാം ലൈവ് ഇട്ടിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്കൊരു തന്ത്രിയുടെ അങ്ങനെ ആരുടെയൊക്കെ ഇടയ്ക്ക് അയ്യോ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയാം. പ്രശ്നമില്ലാത്തവരാരും തന്ത്രിമാരെ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് കബഡി നടത്താൻ പോകത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവന്മാർ ഇതെല്ലാം മുതലെടുക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതലിനകത്ത് വീണു പോകുന്നത്. ചേട്ടന്മാരും വീണു പോകുന്നുണ്ട്, ആണുങ്ങളും വീണു പോകുന്നുണ്ട്, എല്ലാവരും കണക്ക് തന്നെ.